ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു തക്കാളി കറി ഉണ്ടാക്കാം. ഇത് ചോറിനും ദോശയ്ക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് അധികം വലിപ്പമില്ലാത്ത 4 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണേലും 3 എണ്ണം മതി. തക്കാളി കട്ട് ചെയ്തത് ഒരു മൺചട്ടിയിലേക്ക് ഇടാം. മൺചട്ടി അല്ലെങ്കിൽ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വലിയ അല്ലി വെളുത്തുള്ളി, ഇതും കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികളാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. തക്കാളി കറിയിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർക്കുന്നത് ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലായിട്ട് എടുത്താൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളു പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിലെ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കറിയുടെ ഗ്രേവിക്ക് ആവശ്യമുള്ളത്ര വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇത് മിക്സി കഴുകിയ വെള്ളം എടുത്തതാണ്. 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഈ കറി ഇനി തിളച്ച് വരട്ടെ. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്കുള്ള വറവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. എണ്ണ ചൂടാക്കുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 2 ഉണക്കമുളക് ചേർക്കാം. ഇത് ഒന്ന് മൂപ്പിച്ച ശേഷം 4 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. ചെറിയുള്ളി ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോരുത്. ഇതുപോലെ റെഡിയായാൽ കറിയിലേക്ക് ഒഴിക്കാം. ഇത് അപ്പം തന്നെ ഇളക്കി യോജിപ്പിക്കേണ്ട. ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച ശേഷം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണിത്. നമുക്ക് വേറെ പച്ചക്കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്